ഈ ആൾക്കാരെ പറ്റിച്ചുണ്ടാക്കുന്ന പൈസ വാങ്ങി നക്കിയിട്ട് ഇവർക്ക് എങ്ങനെയാണോ മനസമാധാനമായിട്ട് കിടന്നുറങ്ങാൻ കഴിയുന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. എന്താ രാമേന്ദ്ര പ്രശ്നം? കുറച്ച് കാലമായിട്ട് നമ്മുടെ ഈ നാട്ടിലെ സോ കോൾഡ് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടല്ലോ, അവരുടെ കീശ വീർപ്പിച്ചുകൊണ്ടിരുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു ഈ പറയുന്ന കെർസോ. എന്താ സംഭവം പറ കേക്കട്ടെ. മറ്റുള്ള കെമിക്കൽ പ്രൊഡക്ട്സ് ഒക്കെ പറയുന്നത് പോലെ ഒറ്റ ദിവസം കൊണ്ട് നിങ്ങളെ ടാൻ പൂർണ്ണമായി മാറ്റാനൊന്നും ഈ ഒരു പ്രൊഡക്റ്റ് പറയുന്നില്ല. തൂക്കിയല്ലോ നാദാ. പക്ഷേ ഈ ഒരു പ്രൊഡക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് 7 ദിവസം നിങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ മാജിക്കലി നിങ്ങളുടെ ടാൻ റിമൂവ് ആവുന്നത് നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും. ഒറ്റ ദിവസം കൊണ്ടൊന്നും ടാൻ മാറ്റില്ല, പക്ഷെ ഒരാഴ്ചനെ കൊണ്ട് മാറ്റും കേട്ടോ. ടാൻ മാത്രമാവില്ല മാറുക എന്ന് മാത്രം. ഇമാതിരി പ്രൊമോഷൻ വീഡിയോസ് കണ്ട് ഈ പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ച് മൂഞ്ച ഇഷ്ടംപോലെ ആളുകൾ. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. അവരുടെയൊക്കെ കമന്റുകൾ കാണാൻ കഴിയും. വേണമെങ്കിൽ ചിലത് ഞാൻ വായിച്ചു. ഞാൻ ഒരു വർഷം മുമ്പ് ഉപയോഗിച്ചത് ഡ്രൈ ആകും കൈ, അലക്ക് സോപ്പ് ഇതിലും ഭേദമാണ്. എന്റെ അറിവിൽ ആരോടും 200 രൂപയ്ക്ക് ഈ പൊട്ട സോപ്പ് വാങ്ങാൻ പറയില്ല. ഞാനും ഈ സോപ്പ് വാങ്ങിച്ചു. മാജിക് പോലെ സോപ്പ് പെട്ടെന്ന് തീരുന്നുണ്ട്. ഷാജിയേട്ടാ, നമ്മൾ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥ. ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് കണ്ടിന്യൂസ്ലി 7 ദിവസമായി യൂസ് ചെയ്യുന്നു. എന്റെ സ്കിന്നിലുള്ള ടാൻ നല്ലപോലെ റിമൂവ് ആയതായിട്ട് നിങ്ങൾക്ക് തന്നെ കാണാൻ വേണ്ടി പറ്റും. ആഹാ, ബിഫോർ ആൻഡ് ആഫ്റ്റർ ഫോട്ടോ ഒക്കെ ഉണ്ടല്ലോ. ഡിഫറെന്റ് ആയ ലൈറ്റിംഗ് കണ്ടീഷൻസിൽ എടുത്ത ഫോട്ടോസ് ബിഫോർ ആൻഡ് ആഫ്റ്റർ എന്നും പറഞ്ഞ ആൾക്കാരെ കാണിച്ചു കഴിഞ്ഞാൽ ആളുകൾ വിശ്വസിക്കുമെന്നാണ് വിചാരിച്ചു വെച്ചേക്കുന്നത്. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. അപ്പൊ നീ ഒരുങ്ങി തന്നെ ഇറങ്ങിയിരിക്കുകയാണല്ലേ? എന്നാലും ഉണ്ട് ഹെലനെ, നീ ഇതിലൊക്കെ വീണ് പോലോ എന്ന് ആലോചിക്കുമ്പോഴാണ് പണത്തിന് മേലെ പരുന്നും പറക്കൂലെന്നാണല്ലോ. തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞാൽ ഞങ്ങളോടത് വേണ്ടായിരുന്നു മല്ലയ്യ. എൻഗേജ്മെന്റിന്റെ ഓട്ടത്തിലും തിരക്കിലും ഒക്കെ നല്ല രീതിക്ക് ബോഡിയിൽ ടാൻ ആയിട്ടുണ്ടായിരുന്നു. ഫൈനലി ദ ബോഡി വാഷ് ഈ ഒരു ഗാർഡ് സോപ്പിന്റെ മാജിക് ബോഡി വാഷ് ആണ്. ഇതൊന്നും നടക്കണ കാര്യമല്ല. എങ്ങനെ നടക്കും? അത് ശരിയാ. ഏത് ശരി? നീ ഏതെങ്കിലും ഒന്ന് പറ. അല്ല, ഗോവിന്ദൻ കുട്ടി പറയുന്നതാ ശരി. ആൻഡ് ഇതിന്റെ ഏറ്റവും എനിക്ക് ബെസ്റ്റ് പാർട്ടായിട്ട് ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് അറിയൂ, ഇത് വളരെ ജെന്റിൽ ആയിട്ടാണ് എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നത്. നമുക്കൊരു ഹാർഷ് ഫീലോ സ്കിൻ ഇറിറ്റേറ്റ് ആവത്തോ അങ്ങനെ ഒന്നുമില്ല. സ്കിന്നിന് ഇറിറ്റേഷൻ ഉണ്ടാവുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല, പക്ഷെ ഈ സോപ്പ് ഉപയോഗിച്ചാൽ സ്കിന്നിന് ഡാമേജ് സംഭവിക്കും. നീ ഒരു ഉപകാരം ചെയ്യോ? ആ ഡ്രൈവിംഗ് സീറ്റിലോട്ട് കയറി ഞാൻ ഇവിടെ ഇങ്ങനെ കിടക്കാം. നീ ആ ഫസ്റ്റ് ഗിയർ തന്നെ നെഞ്ചത്തൂടെ കയറ്റി ഇറങ്ങാ പുല്ലേ. കാരണം ഈ സോപ്പിന് pH ലെവൽ കൂടുതലാണെന്നാണ് ഇത് ടെസ്റ്റ് ചെയ്തപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. pH ലെവൽ കൂടെ സോപ്പ് യൂസ് ചെയ്താൽ നമ്മുടെ സ്കിന്നിന്റെ ബാരിയർ തന്നെ നശിച്ചു പോകും. അങ്ങനെ സ്കിൻ ഡാമേജും സംഭവിക്കും. ഭയങ്കര മനസ്സ് സങ്കടത്തിലിരിക്കാൻ സന്തോഷ്, ഭയങ്കര മനസ്സിൽ നീ എന്നെ പറ്റിച്ചതാ. ഗർസോപ്പിന് മുതലാളി എന്തൊക്കെ എഴുതി കൊടുത്തോ അത് അതേപടി കാണാപ്പാടും പഠിച്ചിരുന്നു എന്ന് പറയുന്നു. ജെന്റിലാണ്, അതാണ്, ഇതാണ്. സമാധാനമായല്ലോ, അനുഭവിച്ചു. ഗർ സോപ്പ് ഒരു മാജിക്കൽ സോപ്പാണ് കേട്ടോ. നമ്മുടെ ഇന്ത്യക്ക് വെളിയിലും ഫേമസ് ആവാൻ ചാൻസ് ഉള്ള ഒരു സോപ്പാണിത്. ആദ്യം തന്നെ പറയട്ടെ, ഇതിന്റെ ഫ്രാഗ്രൻസ് ഭയങ്കര അടിപൊളിയാണ്. കേൾക്കാൻ നല്ല രസമുണ്ട്. എന്തായാലും ഇനി ഈ സോപ്പിനെ കുറിച്ച് 2 സാധാരണക്കാർ ചെയ്ത ഒരു ജെന്യൂൻ റിവ്യൂ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതൊന്ന് കണ്ടോക്കാം. അപ്പൊ ചങ്ങാതിമാരെ, ഇതാണ് പരിസോപ്പ്. ജാങ്കോ, നീ അറിഞ്ഞ ഞാൻ പെട്ടു. കമ്പനികൾ പറയണത് 20 ദിവസത്തിലൊക്കെ ടാൻ റിമൂവ് ആകുന്നൊക്കെയാണ് പറയണത്. പക്ഷെ ഇത് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് 10-15 ദിവസമായി. 15 ദിവസമായിട്ടും നമുക്കൊരു റിസൾട്ടും ഇല്ല. വിഷമിക്കാതിരിക്കും. ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു. ഇങ്ങനെ തീർന്നെന്ന് കരുതിയാൽ മതി. മെയിനായിട്ട് ഇത് കുറച്ച് നല്ല ഹൈപ്പ് വെച്ച് പറയുന്നത്, ഇതിന്റെ മണം പറഞ്ഞാൽ വേറെ പെർഫ്യൂമും കാര്യങ്ങളൊന്നും വേണ്ട, പൊക്കിയടിക്കേണ്ട കാര്യം ഒന്നുമില്ല. നമ്മൾ ബാത്റൂമിൽ ജസ്റ്റ് ഒരു ചന്ദനത്തിരി കത്തിച്ച് വെച്ച ഫീല്. ഈ കിട്ടുന്നതിലേക്ക് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. ഈ ആൾക്കാരെ പറ്റിച്ചുണ്ടാക്കുന്ന പൈസ വാങ്ങി നക്കിയിട്ട് ഇവർക്ക് എങ്ങനെയാണോ മനസമാധാനമായിട്ട് കിടന്നുറങ്ങാൻ കഴിയുന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. നാട്ടിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാടാ. അത് പണ്ടും അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. ഞാൻ പോകുന്നു. ബൈ ബൈ.